ഒരു ആൺ സുഹൃത്തും പെൺ സുഹൃത്തും കൂടെ പൊതിരെ വഴക്ക്, അതും പൊതുസ്ഥലത്താണ്. അവസാനം നാട്ടുകാരെന്തോ ചെയ്ത് ഇവരെ രണ്ടുപേരെയും പോലീസിനെ വിളിച്ച് പോലീസിനെ ഏൽപ്പിച്ചു. പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോഴാണ് അതിലും വലിയ ട്വിസ്റ്റ്. ഇവർ തമ്മിലുള്ള വഴക്കിനുള്ള പ്രധാനപ്പെട്ട കാരണം ഒരാൾ കുഴിമന്തി കഴിക്കാൻ പോയി. അതായത് കാമുകൻ കുഴിമന്തി കഴിക്കാൻ പോയപ്പം കാമുകിയെ വിളിച്ചില്ല. കാമുകൻ അതാ ഫോട്ടോ എടുത്ത് സ്റ്റാറ്റസ് ഇട്ടു. അതേ തുടർന്നുണ്ടായ പ്രശ്നമാണ് പൊതുവിടങ്ങളിൽ അവർ വഴക്കായി അടിച്ചു പിടിച്ച് തീർത്തത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരാളെ വിളിക്കാതെ പോയി എന്നതാണ് ഇവിടുത്തെ പ്രശ്നമായിട്ട് പറയുന്നത്. അതിന്റെ അപ്പുറത്തേക്ക് ആ ഒരു അടിപിടി അല്ലെങ്കിൽ അത്രയും വലിയ ഒരു പൊതുസമൂഹത്തിൽ വന്ന് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ബഹളം ഉണ്ടാക്കി ആ ഒരു നല്ല രീതിയിൽ ബഹളം ഉണ്ടാക്കിയെങ്കിൽ മാത്രമല്ലേ പോലീസിനെയൊക്കെ ഇൻഫോം ചെയ്യുള്ളൂ. അപ്പൊ അത്തരത്തിലേക്കൊരു അത്രയും അഗ്രസീവ് ലെവലിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട് എന്തുകൊണ്ടാണ് അത്രയും ഇൻഫ്ലുവൻസ് കുഴിമന്തിക്ക് ഉണ്ടോ എന്ന് തന്നെ നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഒരു റിലേഷൻഷിപ്പിലാണെങ്കിൽ തന്നെ ചിലപ്പോൾ ഒരാളോട് പറഞ്ഞിട്ടായിരിക്കാം മറ്റേയാളെല്ലാം ചെയ്യുന്നത്. അതുകൊണ്ടായിരിക്കാം ഒരാൾ പറയാണ്ട് പോയി കുഴിമന്തി കഴിച്ച് ഒരു സ്റ്റാറ്റസ് ഇട്ടപ്പോൾ തന്നെ പാർട്ട്ണർക്ക് അത്രയും ഒരു വിഷമം ഉണ്ടാവുകയും ഒരു പൊതുസമൂഹത്തിലേക്ക് അല്ലെങ്കിൽ അവരുടെ പ്രൈവറ്റ് സ്പേസിൽ പറഞ്ഞു തീർക്കേണ്ട കാര്യങ്ങളെ എടുത്തിട്ട് സമൂഹത്തിലേക്ക് കൊണ്ടുവന്ന് അത്തരം വലിയൊരു ഇഷ്യൂ ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ ആയിരിക്കാം. അല്ലെങ്കിൽ പോലീസിന് തന്നെ ചില കേസുകൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ പല ഈ അടുത്തിടയ്ക്ക് ബാങ്ക് മോഷണം നടത്തിയ സമയത്താണെങ്കിലും പോലീസ് പലപ്പോഴും ഒരു ദേഷ്യപ്പെടാനോ അല്ലെങ്കിൽ ഇവരോട് എന്താ പറയണ്ടേന്ന് അറിയാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് വന്ന് നിൽക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ അത്തരത്തിലൊരു കേസ് തന്നെയായിരുന്നു ഇപ്പോഴും ഉള്ളതെന്ന്. അല്ലെങ്കിൽ ഒരു മന്തി കഴിക്കാൻ വിളിച്ചില്ല, അപ്പൊ അതാണ് പ്രശ്നം, എങ്ങനെയാണ് ഒരു FIR-ലൊക്കെ എഴുതി വെക്കാൻ പറ്റുക? അല്ലെങ്കിൽ ഇവർക്ക് തമ്മിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ആ ഒരു സമയത്ത് കേസ് രജിസ്റ്റർ ചെയ്ത് കാണത്തില്ല. കാരണം പൊതുസ്ഥലത്ത് കിടന്ന് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കടിക്കുന്നു, അത് വലിയ വിഷയമാകുമല്ലോ. അങ്ങനെയാണ് ആളുകൾ പോലീസിനെ അറിയിക്കുന്നത്. നേരെ പിങ്ക് പോലീസ് വരുന്നു, അവർ രണ്ടുപേരെ സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നു. അതിനുശേഷം സ്റ്റേഷനിൽ എത്തിയിട്ട് മൊഴിയെടുക്കുമ്പോഴാണ് ഈ പെൺകുട്ടി പറയുന്നത്, ഇതാണ് വിഷയം, എന്നെ വിളിക്കാതെ കുഴിമന്തി കഴിക്കാൻ പോയി. അതുകൂടാതെ കുഴിമന്തി കഴിക്കാൻ പോയത് മാത്രമല്ല, അതെടുത്ത് സ്റ്റാറ്റസ് ഇട്ട്. അതായിരുന്നു ആ പെൺകുട്ടി അത്രത്തോളം പ്രകോപിതയാക്കിയത്. അതിനുശേഷം അവർ രണ്ടുപേരും കൂടെ പൊതുസ്ഥലത്ത് കിടന്ന് വഴക്കിയതേ ചൊല്ലി, കുഴിമന്തി കഴിക്കാൻ വിളിക്കാത്തതിനെ ചൊല്ലി. സാധാരണ പണ്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിരിയാണിയൊക്കെ ആയിരുന്നു. ഇപ്പം ആളുകൾക്ക് ഭക്ഷണം എന്ന് പറയുന്നത് അത്രയും ഇഷ്ടപ്പെട്ടതാണ്. അപ്പം ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ തന്നെ ഒരാൾ കൊണ്ടുപോയില്ലെങ്കിൽ അതൊരു വലിയ വിഷമമായി മാറുന്നത് അതുകൊണ്ടൊക്കെ ആയിരിക്കാം. പ്രണയത്തിനപ്പുറത്തേക്ക് കുഴിമന്തിയെ സ്നേഹിച്ച ആളുകളായിരിക്കാം ഇവരൊക്കെ. ചിലപ്പോ അതുകൊണ്ടായിരിക്കാം, മേ ബി അതുകൊണ്ട് തന്നെ ആവാം. അല്ലെങ്കിൽ ചിലപ്പോ പരസ്പരം പറയാതെ പോയതിന്റെ വിഷമം കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ സ്റ്റാറ്റസ് ഇട്ടപ്പോ അറിഞ്ഞ ആ ഒരു കാര്യവുമായിരിക്കാം. കാരണം കുഴിമന്തി എന്നുള്ളത് ഒരു ബേസിക് ആയിട്ടൊരു കാര്യമല്ലേ. അപ്പൊ എന്ന് വെച്ചാൽ അവരുടെ പ്രശ്നത്തിന്റെ ബേസിക് ലെവല് കുഴിമന്തി കഴിക്കാൻ പോയി എന്നുള്ളതായിരിക്കാം. പക്ഷെ എന്നാലും ആ ഒരു പെൺകുട്ടിയുടെ അടുത്ത് പറയാതെ പോയി എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ പ്രശ്നം. പറയാണ്ട് പോയിട്ട് സ്റ്റാറ്റസ് ഇട്ടപ്പോഴാണ് താൻ അറിഞ്ഞത് എന്നുള്ള രീതിയിലേക്ക്. പക്ഷെ അതൊക്കെ ഇനി ഇവർക്ക് തമ്മിൽ പ്രശ്നം ഉണ്ടെങ്കിലും അതൊരു പ്രൈവസി ആയിട്ട് അല്ലെങ്കിൽ അവരുടെ ഇടയിൽ തീർക്കേണ്ട ഒരു കാര്യം ഒരു സമൂഹത്തിലേക്ക് വന്നിട്ട് മറ്റുള്ളവർക്ക് കൂടെ ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിലേക്ക് അത്രയും ബഹളം വെക്കേണ്ട കാര്യം ഇതിലുണ്ടോ എന്ന് നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എനിക്കൊന്നു കുഴിമന്തി ഫാൻസ് ഇപ്പോൾ ഒരുപാടുണ്ട്. പലപ്പോഴും കുഴിമന്തിക്ക് ഇത്രയും പ്രാധാന്യം വരാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിരിയാണിയൊക്കെ കിട്ടുന്ന ഒരു ലിമിറ്റ് ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ബിരിയാണിയിൽ പീസ് കുറവായിരിക്കും. അതുകൊണ്ടൊക്കെ ആയിരിക്കും ബിരിയാണി കഴിക്കാൻ പോകുമ്പോൾ നമ്മൾ പലപ്പോഴും ഇപ്പം ബിരിയാണി ഒഴിവാക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. പക്ഷേ ബിരിയാണിക്ക് ഒരു ഫാൻ ബേസ് എപ്പോഴും ഉണ്ട്. അതിനപ്പുറത്തേക്ക് കുഴിമന്തി നോക്കുകയാണെങ്കിൽ അൺലിമിറ്റഡ് ആണ്. നമുക്ക് വയറ് നിറച്ച് കഴിക്കാം. പിന്നെ അതിനകത്ത് മയോണൈസും കൂടി ഇട്ട് കഴിക്കുകയാണെങ്കിൽ അത്രയും ടേസ്റ്റാണ്. പിന്നെ അത് മാത്രമല്ല ഒരു അൽഫാം പീസും വരും. അപ്പോൾ കുഴിമന്തിയെക്കാട്ടിലും ബിരിയാണിക്ക് ഏകദേശം 150 രൂപ കൊടുക്കണം, 150 രൂപയോളം കൊടുക്കണം ഒരു നല്ല ബിരിയാണിയൊക്കെ കഴിക്കണമെങ്കിൽ. അതേ പൈസ തന്നെ ഒരു 10, 30, 50 രൂപയും കൂടെ അധികം കൊടുത്തു കഴിഞ്ഞാൽ അൺലിമിറ്റഡ് ആയിട്ട് കുഴിമന്തി കഴിക്കാം. അതാണ് കുഴിമന്തി ആളുകളെ ഏറ്റവും കൂടുതലും ട്രെൻഡിങ് ആക്കിയത് അല്ലെങ്കിൽ ഇഷ്ടപ്പെടുത്തിയതൊക്കെ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എന്ത് തന്നെയാണെങ്കിലും പ്രണയിച്ച ആളെക്കാട്ടിലും ഇഷ്ടം കുഴിമന്തിയോടായിപ്പോയി ആ പെൺകുട്ടിക്ക്. അതുകൊണ്ടായിരിക്കാം ഇത്രയും വലിയ വിഷയങ്ങളിലേക്കൊക്കെ വരാൻ കാരണം. എല്ലാം നമ്മൾ മാധ്യമങ്ങളൊക്കെ അത് റിപ്പോർട്ട് ചെയ്യുന്നതാണെങ്കിലും പറയുന്ന ഒരു കാര്യമുണ്ട്, ഇനി മുതൽ റിലേഷൻഷിപ്പ് ആണെങ്കിലും മറ്റെന്ത് തരം ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും എന്ത് ബന്ധമാണെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോടാണെങ്കിലും പാർട്ട്ണറോടാണെങ്കിലും പറഞ്ഞിട്ട് കഴിക്കാനാണെങ്കിലും പോവുക. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങി ഇതിനു മുമ്പ് കുറെ കേസുകളൊക്കെ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പറയാണ്ട് ഫുഡ് കഴിക്കാൻ പോയി അല്ലെങ്കിൽ അത്തരത്തിലുള്ള നിരവധി കേസുകൾ പറയാതെ കഴിക്കാൻ പോകുന്ന കൂട്ടുകാരനെ അടിക്കുക, ഇപ്പം ബർത്ത്ഡേക്ക് ഹാപ്പി ബർത്ത്ഡേ വിളിച്ചു പറഞ്ഞില്ലെങ്കിൽ അടിക്കുക, അങ്ങനെയൊക്കെ ഇപ്പൊ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വരെ അഗ്രസീവ് ആകുന്ന ആളുകളാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കൂടിക്കൊണ്ടിരിക്കുന്നത്. അതൊന്നും നമ്മുടെ സമൂഹത്തിന് നല്ലതല്ല. എന്നാലും ആഹാരത്തെ സ്നേഹിക്കുന്ന ആളുകൾക്ക് ചിലപ്പോൾ അത് ഭയങ്കര വൈകാരികമായേക്കാം.
അതെ, അല്ല അവര് കുറെ കൂടെ ശ്രദ്ധിക്കുക. ഇപ്പൊ ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായ സ്ഥിതിക്ക് എല്ലാവരും ഒന്ന് പറഞ്ഞിട്ടൊക്കെ ഫുഡ് കഴിക്കാൻ പോവുക. അതേപോലെ തന്നെ ഒന്ന് കൂടെ കൊണ്ടുപോവുക, ഒരുമിച്ച് കഴിക്കുക. അപ്പൊ ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ. കാരണം ഇത്തരം കേസുകളെയൊക്കെ പോലീസുകാര് അവര് ഹാൻഡിൽ ചെയ്യുന്ന പോലെ നമുക്കത് ചിരിച്ചുകൊണ്ടല്ലാണ്ട് നമുക്കതിനെ കൂടുതൽ വ്യാഖ്യാനിക്കാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇവർ തമ്മിലുള്ള പ്രശ്നമോ അടിപിടിയോ അല്ലെങ്കിൽ ആ കുട്ടീനെ ഉപദ്രവിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ പിന്നെയും സീരിയസ് ആയിട്ട് നമുക്ക് സംസാരിക്കാം. പക്ഷേ ഭക്ഷണത്തിന്റെ പേരിലായതുകൊണ്ട് തന്നെ നമുക്കതിനെ ഇവരെ രണ്ടുപേരെയും കുറ്റം പറയാനോ അല്ലെങ്കിൽ ഏത് വകുപ്പ് ചുമത്തിയിട്ടാണ് ഇവരെ ഒന്ന് വിമർശിക്കാൻ പറ്റുന്നതെന്ന് പോലും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ എല്ലാവരും ഫുഡ് കഴിക്കുമ്പോൾ മറ്റുള്ളവരും കൂടെ വിളിക്കുക.